സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടിന് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും, പനി അടിച്ച് കിടക്കായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ മാസമല്ലേ, അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് 2 വാഴയില മേടിച്ച് നമുക്കത് വാട്ടിയെടുക്കാം. അങ്ങനെ വാട്ടി വെച്ചാൽ നല്ലപോലെ തുടച്ചതിന് ശേഷം നല്ല ചൂടുള്ള ചോറങ്ങ് ഇട്ട് കൊടുക്കുക. ആ വാട്ടിയ ഇലയിലേക്ക് ആ ചൂടുള്ള ചോറ് എന്നങ്ങ് വീഴുമ്പോൾ തന്നെ എന്തൊരു നല്ലൊരു സ്മെല്ലാണ് വരണേന്ന് അറിയാമോ. ആവി പറക്കണ ചോറിൻ്റെ അകത്തേക്ക് നല്ല കോവയ്ക്ക വരട്ടിയതുണ്ട്. കോവയ്ക്കക്കറി അങ്ങ് ഇട്ട് വെച്ച് കൊടുക്കാം. നല്ല കണ്ടോ പുക പറക്കുന്നുണ്ട് നല്ലപോലെ. അതിന് ശേഷം നമുക്ക് നല്ലപോലെ മുട്ട പൊരിച്ച് തറന്നിട്ട് കൊടുക്കാം. ചെമ്മീൻ ചമ്മന്തി, അതുപോലെ തന്നെ ഇച്ചിരി മാങ്ങ വാട്ടിയതും കൂടിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി അച്ചാർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ ഫ്രൈയും കൂടിയിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രുചിയോട് കൂടി തന്നെ പൊതിച്ചോറ് കഴിക്കാം കേട്ടോ. ഇന്ന കറിയെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നോൺ വെജൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. ഫിഷ് ഫ്രൈ സെപ്പറേറ്റ് പൊതിഞ്ഞിട്ട് ഈ പൊതിയുടെ കൂട്ടത്തിൽ വെക്കണം കേട്ടോ. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ശരിയായി വരണേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ ബലം പിടിച്ച് പൊതിയാൻ പറ്റാത്തതുകൊണ്ട് പൊതി അത്ര കറക്റ്റായിട്ടില്ല കേട്ടോ. എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ച് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, പൊതി അഴിഞ്ഞു പോകാതെ കൊണ്ട് ഇരിക്കണം. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇത് ഈ പൊതി കൊണ്ട് പോവുക. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ അർഹതപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൊതി അവർക്ക് കൊടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.